ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. 9:30 ആകുന്നു. ചിലരൊക്കെ കഴിക്കുന്ന സമയമേ ആകുന്നുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് മനസ്സിൽ തോന്നി. പവർ കട്ട് ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും അതിലൊരു നൊസ്റ്റാൾജിയ ഉണ്ട് എനിക്കെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നൊസ്റ്റാൾജിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെയിലി ഒരു അരമണിക്കൂർ കറണ്ട് കട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അന്നൊരു ടൈമിംഗ് ഉണ്ട്. ഒരു 7-7:30 ടു 8 അങ്ങനെ ഒരു 10 മണി വരെ ആ ടൈമിലാണ് കറണ്ട് പോകുന്നത്. നമ്മൾ ആ സമയമെന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിൻ്റെ മൂർധന്യ അവസ്ഥ എന്നൊക്കെ പറഞ്ഞതുപോലെ പഠനത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ കറണ്ട് പോയി പറഞ്ഞിപ്പോൾ നമുക്കിപ്പോൾ 9:30 കറണ്ട് കിട്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി കറണ്ട് വരാതെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. പറഞ്ഞു വന്നത്, ഈ കറണ്ട് കട്ട് വരുന്ന സമയം വർഷങ്ങൾക്ക് മുന്നേ നമ്മളെന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മ മണ്ണെണ്ണ വിളക്കായിരുന്നു ആദ്യകാലത്തൊക്കെ. അപ്പോൾ ചെയ്യുന്നൊരു കുസൃതിയാണ്, ഈ മണ്ണെണ്ണ വിളക്കിൽ നിന്നും പേപ്പർ ചുരുട്ടിയെടുത്തിട്ട് കത്തിച്ച് നിലത്തേക്കിടും. എന്നിട്ടത് കാലുകൊണ്ട് കെടുത്തും. അതന്ന് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള കാര്യമായിട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് മനസ്സിൽ മായാതെ നിൽക്കുക. പിന്നെയെന്ന് വെച്ചാൽ, അതിനുശേഷം മണ്ണെണ്ണ വിളക്കിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മെഴുകുതിരി വരാൻ തുടങ്ങി. ഈ മെഴുകുതിരി വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഈ മെഴുകുതിരി ഉരുകി ഇറങ്ങുമല്ലോ, ആ ഉരുകി ഇറങ്ങുന്ന മെഴുകുതിരി തൊട്ടെടുത്തിട്ട് ഇവിടെയൊക്കെ തേക്കും, മുഖത്തൊക്കെ തേക്കും, കയ്യേൽ. പൊള്ളത്തില്ല, എന്താണെന്നറിയത്തില്ല, പൊള്ളത്തില്ല കേട്ടോ. എന്നിട്ട് അടുത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാകും, അടുത്ത് പഠിക്കാനിരിക്കും, അവരുടെയൊക്കെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കും, അല്ലെങ്കിൽ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ തേച്ച് വയ്ക്കും. അത് ഭയങ്കര ഒരു രസകരമായൊരു സംഭവമായിരുന്നു. പിന്നെ ഈ കറണ്ട് പോകുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയാം? ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മാറിക്കിടന്നുറങ്ങും. അമ്മയും ചേട്ടന്മാരും ഉണ്ടാവും കട്ടിലിൽ. അപ്പോൾ അവരുടെ കൂടെ ചുരുണ്ട് കൂടി കിടക്കും. കറണ്ട് വരല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തിനാ? കറണ്ട് വരാതിരുന്നാൽ പഠിക്കണ്ടല്ലോ, സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. പിന്നെ കഴിക്കാൻ സമയമാകുമ്പോൾ എഴുന്നേറ്റാൽ മതി. ആ അരമണിക്കൂർ ടൈം എന്താ അറിയില്ല, അത് അത്രയ്ക്കൊരു മനോഹരമായ ഒരു സമയമായിരുന്നു ആ അരമണിക്കൂർ കറണ്ട് കട്ടെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇൻവെർട്ടർ, സോളാർ സിസ്റ്റം എല്ലാം ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരെയൊന്നും കറണ്ട് കട്ട് ബാധിക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളിവിടെ ഇൻവെർട്ടറും സോളാറൊന്നും വെച്ചിട്ടില്ല തൽക്കാലം. വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പതുക്കെ വരട്ടെ, സമയമാകട്ടെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ രസകരമായ ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ തരിക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സ്നേഹിക്കുക. തിരിച്ചും സ്നേഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.